ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഞാൻ സൂര്യയാണ്. നമുക്ക് ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. സ്പെഷ്യലൊന്നുമല്ല, ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കേക്കൊക്കെ എടുത്തിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് അന്ന് വാങ്ങിച്ചൊരു കളറിംഗ് ബോക്സൊക്കെ ഓപ്പൺ ആക്കിയിട്ട് എന്നെ കാണിക്കുക, അമ്മ വീഡിയോ എടുക്കുന്നില്ലേ, ചാനലിൽ ഇടുന്നില്ലേ എന്ന് ചോദിച്ച് അങ്ങനെ എടുപ്പിച്ച വീഡിയോ ആണ് ഇത്. കൊഞ്ചോ അങ്ങനത്തെ ഏതാണ്ട് ചെറിയ കുറച്ച് ഫിഷ് നമ്മുടെ വെളിയിലെ അക്വേറിയത്തിലെ ഫിഷിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ്. നമ്മുടെ കൊഞ്ചില്ലേ, അതിൻ്റെ ചെറിയൊരു ഐറ്റം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ വീഡിയോ ഞാൻ ഒരുപാട് സൂം ചെയ്തെടുത്ത വീഡിയോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഒന്ന് ഒരു അടിപൊളി എൻജോയ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന ദിവസമാണ്. വീഡിയോ ആണേലും ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട്, വേറെ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ടിരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഈ സൗണ്ട് കൊടുക്കുകയും എഡിറ്റിങ്ങും കാര്യമെല്ലാമാണ് കുറച്ച് നമുക്ക് ലാഗ് വരുന്നത്. ഇപ്പോൾ ക്ലാസ്സൊക്കെ ഈ വർഷം തീരാറായി. അടുത്ത ക്ലാസ്സിലോട്ടൊക്കെ പോകാൻ ഉള്ള തയ്യാറെടുപ്പ്, മെയിൻ എക്സാം, പിന്നെ ആനിവേഴ്സറി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരാൻ പോവുക. വലിയ തിരക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പുള്ള ഒരു ഫ്രീ, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ മാളിൽ നിന്ന് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു അവക്കാഡോ അന്ന് തന്നെ ഞാൻ അന്ന് തന്നെ നമ്മളൊരു 8-9 മണി ആയല്ലോ. അപ്പോൾ തന്നെ പാൽ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി 12 മണിയായപ്പം ഷേക്ക് അടിച്ച് കുടിച്ചിട്ടാണ് ഞാൻ കിടന്നത്. എനിക്ക് അവക്കാഡോ ഭയങ്കര ഇഷ്ടമാണ്. ഷേക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. നല്ല ക്രീമി, നല്ല ടേസ്റ്റി, ഹെൽത്തി. പിന്നെ ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഷേക്ക് അടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കുകയാണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രീമി ടെക്സ്ചറാണ്, നല്ല എന്താ പറയണ്ടേ, അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ് പേഴ്സണലി. നമ്മുടെ മറ്റേ ഷേക്കിനേക്കാളും എനിക്കിഷ്ടം അവക്കാഡോ ഷേക്ക് തന്നെ. പിന്നെ പിസ്ത അവക്കാഡോ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ്. പിന്നെന്താ പറയുക, തിരക്കിൻ്റെ ഇടയ്ക്ക് നല്ല തണുത്തൊരു ഷേക്കൊക്കെ അടിച്ചിട്ട് നല്ല കൂളായിട്ട് ബാക്കി ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഷേക്ക് കുടിക്കാൻ വന്ന സമയത്ത് നമ്മുടെ ഒരു കേക്ക് കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഈ കേക്ക് എന്നാന്ന് വെച്ചാൽ ക്രിസ്മസ് കേക്ക്. ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പുള്ളി ഇപ്പോഴാണ് വന്നത്, പുറത്തായിരുന്നു. അപ്പം അന്നത്തെ ക്രിസ്മസിൻ്റെ നികത്തിയതാട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, എൻ്റെ മെയിൻ ഐറ്റം നമ്മുടെ മുറ്റത്തെ ഇപ്പം ഗാർഡനിങ് സെറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് പൂക്കളൊക്കെ ഞാൻ ജസ്റ്റ് ചട്ടി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്തായിട്ട് നമ്മളിപ്പോൾ അക്വേറിയം വീട്ടിൽ 2-3 എണ്ണമായി, ചതുരത്തിലുള്ള മറ്റേ വീടിൻ്റെ സൈസ് ബൗൾ കുറയണം. അപ്പം ഗപ്പിയെ വളർത്താനായിട്ട് പുറത്തൊരെണ്ണം ഇങ്ങനെ സെറ്റ് ചെയ്താലോ എന്നൊരു ആലോചന. അങ്ങനെ ഞാൻ തന്നെ ചെയ്യട്ടെ. നമ്മൾ വെറുതെ ഇരുന്നപ്പോഴത്തേന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം കേട്ടോ. അതൊരു സമയം പോക്കുമാണ്, നമുക്ക് തന്നെ എന്തോ ഒരു രസമുണ്ട്. അങ്ങനെ ഏട്ടൻ എനിക്കപ്പോൾ സിമെൻറ്റും കുറേ സാധനം ഇവിടെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. നമ്മളുടെ വീട് പണിയുടെ കുറേ ബാക്കി സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിമെൻറ്റ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോള് തന്നെ പുതിയൊരു മേക്കാട് പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്, മേസ്തിരിപ്പണി. ഓക്കെ, എന്താണോ അങ്ങനെ കട്ടയൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട കെട്ടി ചുമ്മാ ഒന്ന് പരീക്ഷണമാണ്. പക്ഷേ ഒത്തിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഈ നിറയെ ഫിഷിനെയൊക്കെ ഇട്ടിട്ട് ഞാൻ മറ്റൊരു ദിവസം വീഡിയോ കാണിക്കാവേ. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് എടുത്തതിൻ്റെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഫിഷിനെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊക്കെ ആക്കിയിട്ട് കാണിക്കാം. അങ്ങനെ അതിലിടാൻ കുറച്ച് കല്ല് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗപ്പിക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ ഗപ്പിയെ പുറത്ത് ഇങ്ങനെ ഇടാമെന്ന് വെച്ചിട്ട് വെറുതെ സെറ്റ് ചെയ്തതാണ്. പക്ഷെ നല്ലതാണ്. പണിതെല്ലാം വന്നപ്പോഴത്തേന് ഇതിനായിട്ട് വീഡിയോ എടുത്തത്. പണിതെല്ലാം വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ തന്നെ പണിതാണെന്ന് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു മുസമ്പി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുകളിൽ വന്ന് കുഞ്ഞിൻ്റെ ഇപ്പോൾ പുതിയൊരു കളിയാണ് ഇത്.
ആ റോഡ് ഫുള്ള് പേപ്പറാക്കുന്ന ഒരു പരിപാടിയാണ്. ബുക്ക് കീറുക, പിന്നെ A4 സൈസ് പഠിക്കാൻ കൊണ്ടുവച്ചേക്കുന്ന പേപ്പർ നമ്മൾ അറിയത്ത് പോലുമില്ല, അവനറിയാം എവിടെയാണ് വെക്കുന്നതെന്ന്. അവിടുന്ന് പോയി ഓരോന്നോരോന്നെടുത്ത് എനിക്കത് കാണുമ്പോൾ സങ്കടമാണ്. വെറുതെ എന്തിനാ ഇങ്ങനെ കളയുന്നത്. ബുക്കിൽ ഒക്കെ തീർന്ന ബുക്കൊക്കെ എടുക്കാൻ പറഞ്ഞാലും അതൊന്നും പുള്ളിക്ക് വരത്തില്ല. നല്ല നീറ്റ് A4 സൈസ് പുതിയ പേപ്പർ തന്നെ വേണം. പിന്നെന്താ, കുബൂസ് നമ്മുടെ കുബൂസിനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ കുഞ്ഞ് ഞാൻ വിളിച്ചിട്ടൊന്നും ഇറങ്ങുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചോണ്ട് വരാൻ മേളിൽ കയറി. എനിക്ക് തന്നെ നിർത്തിയിട്ട് താഴെ പോയി ജോലി ചെയ്യാനും പേടി. എന്നാന്ന് വെച്ചാൽ ഇതെന്ത് ഒപ്പിക്കുമെന്ന് അറിയത്തില്ലല്ലോ. അത് കാരണം വിളിച്ചുകൊണ്ട് താഴെ ഇരുത്തിയിട്ട് ചെയ്യാൻ പോയതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം 10 ദിവസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ അവിടെ വൈകിട്ട് വെറുതെ അവിടെ കടയിലൊക്കെ കുട്ടികളെയൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ കരുതിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിങ്ങനെ എല്ലാം കാര്യമായിട്ട് നോക്കി നടക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് പിന്നെയും കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഞാൻ പിന്നെ കേക്കൊക്കെ കാണുമ്പോഴേ ഡയറ്റിൻ്റെ കാര്യം ഓർക്കുന്നത്. എങ്ങനെയാണെന്ന് പറ, ഈ ഷെയ്ക്കും കേക്കും കുഴിമന്തിയൊക്കെ മാത്രമേ ഉള്ളൂ ഇഷ്ടം. പിന്നെ എങ്ങനെ ഇത് കുറയ്ക്കും? പക്ഷേ അല്ല ഗൈസ്, ഞാനിപ്പോൾ ഇച്ചിരി തീരുമാനം ഉറച്ചതായിട്ട് എടുത്തിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് കുറച്ച് ബീഫ് കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഒരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ, ബൈ.